ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ, പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചോ ട്രെയിനിങ്ങിനെ കുറിച്ചോ സെമിനാർസിനെ കുറിച്ചോ കോച്ചിങ്ങിനെ കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. 2 ലിങ്ക് ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ ഉള്ള ലിങ്കാണ്, ഒന്ന് മലയാളത്തിൽ ലിങ്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം അറിയാമെങ്കിൽ ഇംഗ്ലീഷ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മലയാളം മാത്രം അറിയാമെങ്കിൽ മലയാളം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 2 ലാംഗ്വേജും അറിയാമെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. I'll see you in the group. അതായത് എനിക്ക് ഒരു നല്ലൊരു ഭാര്യ ആവണം, എൻ്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മ ആവണം. എൻ്റെ ഫാമിലി പൊതുവെ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി നന്നായിട്ടിരിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും കൂടെ കൊണ്ട് നടക്കണം. അതിന് ഞാൻ എന്താണ് എനിക്ക് മുന്നോട്ട് പോകാൻ ഞാൻ ചെയ്യേണ്ടത്? ഓക്കെ, എനിക്ക് 3 ഉത്തരങ്ങൾ നിങ്ങൾ തരണം. എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ല ഒരു മദർ എല്ലാം നിങ്ങൾക്ക് തോന്നാൻ കാരണം? ഞാൻ നല്ലൊരു മദർ അല്ല എന്ന് ഞാൻ തോന്നിയിട്ടില്ല, പക്ഷെ എന്റെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാനത് നല്ലപോലെ കൈകാര്യം ചെയ്യാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്ക് തോന്നലുണ്ട്. പക്ഷെ ചില സമയത്ത് എനിക്ക് വിഷമങ്ങൾ വരും. പക്ഷെ ഞാനത് പിന്നീട് ആലോചിച്ചിട്ടാണ് അത് കുഴപ്പമില്ല, അത് എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ലേ, അങ്ങനെ കരുതും. അപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നപ്പോ എന്റെ ഹസ്ബൻഡിനോടാണെങ്കിലും ചിലപ്പോൾ ഞാൻ എന്റെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കും. അപ്പോ പിന്നീട് ഞാൻ ആലോചിക്കും, എന്തപ്പോ ഞാൻ എന്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചാല് അപ്പൊ അതെനിക്ക് വിഷമല്ലേ? അപ്പൊ അങ്ങനെ ഒരു തോന്നല്. പക്ഷെ എനിക്ക് ഇഷ്ടങ്ങൾ മാറ്റി വെച്ചാൽ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഞാൻ ചിന്തിക്കും, അത് വീണ്ടും ഞാൻ എന്റെ ഇഷ്ടങ്ങളല്ല അവിടെ, എന്തുകൊണ്ട് അത് അവർക്കും മാറ്റി വെച്ചുകൂടാന്നല്ല, അവര് നമ്മളെ മനസ്സിലാക്കി കൂടാന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. അത് മക്കളുടെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മക്കൾ നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം തരാറുണ്ടോ? തീർച്ചയായിട്ടും തരാറുണ്ട്. ഹസ്ബൻഡും തരാറുണ്ടോ? തരാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴും ആ ഒരു സ്നേഹം നമ്മള് കിട്ടണം എന്നില്ലല്ലോ. അത് ആർക്കും ഇല്ലല്ലോ. ഇവിടെയുള്ള ഒരു വ്യക്തിക്കും എനിക്ക് പോലും അറിയില്ല. എന്റെ വൈഫ് എനിക്ക് വേണ്ടി എല്ലാ സ്നേഹം തരുന്നുണ്ട്. അല്ല, എല്ലാ സ്നേഹം ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ചില ഇഷ്ടങ്ങൾ എല്ലാ ഇഷ്ടങ്ങളും അവര് മാറ്റി തരാറില്ല. എന്നാലും നമുക്ക് നല്ല ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിപ്പം പറഞ്ഞ നല്ല ഇഷ്ടമുള്ള ഒരു 3 കാര്യം പറയാമോ? നല്ല ഇഷ്ടമുള്ള ഒരു 3 കാര്യം എന്ന് പറഞ്ഞാല്, എനിക്ക് ബിസിനസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബിസിനസ്. നമ്പർ 2 വേറെന്താണ്? പിന്നെ ഇപ്പൊ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാല് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, യാത്ര ചെയ്യാൻ. ഓക്കെ, നമ്പർ 3 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ പുറത്തു പോവാന്, അതായത് ഹസ്ബൻഡിന്റെ കൂടെ തന്നെ നമുക്ക് മക്കളോട് കൂടിയിട്ട് തന്നെ പുറത്തു പോവാന്. അതായത് ഇപ്പൊ യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ലോങ് ട്രിപ്പാണ്. ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കൊന്നും നമുക്ക് ഇങ്ങോട്ടൊക്കെ പോവാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു ഇഷ്ടം. ഇടയ്ക്കൊന്നും അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവര് ആ ലെവലല്ല. അവിടെ ഞാൻ പറഞ്ഞേ ആ ലെവലിൽ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ. അല്ല, അത് ഞാൻ പറയുന്നില്ല, അവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഞാൻ എങ്ങനെ അത് നല്ലപോലെ എനിക്ക് ആ ഒരു രീതിക്ക് പോണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് എന്റെ ഇഷ്ടം അവിടെ നടക്കണം കേട്ടോ. അതെ. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. ബിസിനസ് ചെയ്യാനും കച്ചവടം ചെയ്യണം നല്ലതാണോ? അതല്ല, ബിസിനസ് എനിക്ക് ചെയ്യാൻ ആള് ഓക്കെയാണ്, കുഴപ്പമില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? മൂപ്പര് എന്റെ കൂടെ എവിടെയും വരില്ല. നീ ചെയ്തോ, ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോ സ്ട്രെസ് ഉള്ള ഒരു സംഭവങ്ങളെ കയ്യിൽ വരുമ്പോ ഒരു സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. നിങ്ങളെ ഹസ്ബൻഡ് ബിസി ആയിട്ടുള്ള വ്യക്തിയാണോ? ജോബ്? അല്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കേണ്ട അദ്ദേഹത്തിന് കംപ്ലീറ്റ് പൂർണ്ണ സമ്മതമാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ സമ്മത ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ? പക്ഷെ എന്നിരുന്നാലും ഒരു വിളിച്ചു കഴിഞ്ഞാലോ ഈ പേപ്പർ ശരിയാക്കണല്ലോ, ആ പേപ്പർ ശരിയാക്കണല്ലോ, അല്ല ശരിയല്ലേ? കാരണം വളരെ സിമ്പിൾ ആണ്, വളരെ 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 സിമ്പിൾ ആണ്. അതിൽ ഞാനും ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ പോലെ പെടും. ഞാനും പറയാം, ഞാനും ചിലപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ കംഫർട്ടബിൾ അല്ല. ഒരു ഉദാഹരണത്തിന് ഞാനൊരു ഇൻട്രോവേർട്ടാണ്. കൂടുതൽ ജനങ്ങളായിട്ട് സംസാരിക്കാത്തൊരു മനുഷ്യനെ ഞാൻ മനസ്സിലാക്കുക. ഞാനിപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ നോക്കണ്ട, അത് ഈ ഒരു സ്പേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാത്ത പക്ഷേ എന്നോട് പുറത്ത് പോയിട്ട് ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ അത് ചെയ്യാനോ ഇത് ചെയ്യാനോ പറഞ്ഞ് ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് അത് ഭയങ്കര, എനിക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ ആള് എത്ര പേര് ഇതുണ്ട്. ഒരിക്കലും
എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? നമ്മൾ ഇൻട്രോവേർട്ട് ആവാം, പക്ഷെ ഇൻട്രോവേർട്ട് ആയിട്ട് ഒന്നും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രോവേർട്ട് ആവാം, എക്സ്ട്രോവേർട്ട് ആവാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിൽ കംപ്ലീറ്റ് ഇമ്പോർട്ടൻസ്. ഒന്ന് ഇനി പറയാം നിങ്ങൾ പുള്ളി എന്താ ചെയ്യാത്തത്? ഇവരുടെ കാര്യങ്ങൾക്ക് ഒക്കെയാണ്, കുഴപ്പമില്ല, ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും പേപ്പേഴ്സ് ശരിയാക്കാനുണ്ടെങ്കിൽ പ്രശ്നം എന്താണ് ഇവിടെ? അതെന്താന്നല്ലേ എനിക്കും അറിയില്ല. അതാണ് അങ്ങനെ ആ പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വരും. അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവണം. അല്ല, ഞാൻ ചോദിക്കുമ്പോ നിനക്ക് പറ്റാവുന്ന നീ ചെയ്തോന്ന് പറയും, പറ്റുന്ന നീ ചെയ്തോന്ന് പറയും. എനിക്കുള്ള ചോദ്യം എന്താന്ന് പറയും നിങ്ങള് ഹസ്ബൻഡ് അല്ല, ഒരു സപ്പോർട്ട്. എനിക്ക് ഇതൊക്കെ സപ്പോർട്ട് കിട്ടുന്നില്ല ചില സമയങ്ങളിൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത് എനിക്ക് പറഞ്ഞുതരാം. നിങ്ങളെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഹസ്ബൻഡ് ആരാണ്, എവിടെയാണോ, എന്താ ചെയ്യണമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കണേ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോണം. അപ്പൊ അതാണ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? എനിക്ക് 25 വർഷമായില്ലേ കല്യാണം. 25 വർഷം നിങ്ങൾ പോന്നില്ലേ? അല്ല, സന്തോഷമില്ലേ ആ പോക്കിലെ യാത്രയിലൊരു സന്തോഷമില്ലേ? ആ യാത്രയിൽ ഒരു ഇടയ്ക്കിടക്ക് എന്താണ്, ഒന്ന് നിൽക്കും, ഒന്ന് സ്ലോ ആവും, ഒന്ന് തെറ്റും, ഒന്ന് ചിരിക്കും, കൈ പിടിക്കും, ഒന്ന് നടക്കും, ഒന്ന് കുടുംബത്തിന്റെ ഒപ്പം പോകും, ഒന്ന് ലോങ് ട്രിപ്പ് പോകും, ഒന്ന് ഷോർട്ട് ട്രിപ്പ് പോകും. എല്ലാം നടന്നിട്ടില്ലേ? അല്ല, ഞാൻ കാര്യം ചോദിക്കാം, അതൊക്കെ നടന്നിട്ടില്ലേ? മുന്നേ നടന്നിട്ടുണ്ട്, ഇപ്പൊ അത് കുറവാണ്. ഇപ്പൊ പക്ഷെ എന്നെ വിടാറുണ്ട്, ഇല്ല ഞാൻ പറയില്ല, എന്നെ വിടാറുണ്ട്. പിന്നെ എന്താണ് നിങ്ങൾക്കുള്ള കുറവ്? ഇതാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ. നിങ്ങൾ ആഗ്രഹങ്ങൾ ബിസിനസ് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹങ്ങൾ ഞാൻ പറയട്ടെ. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ആള് ചോദിക്കണ ചോദ്യം ഇതാരാ ഞാൻ വേറെയാണ്. അത് പറയത്ത്. ഞാൻ ഈ വ്യക്തി കൂടെ സംസാരിച്ചോളൂ, കോൺസെൻട്രേഷൻ പോകട്ടെ എൻ്റെ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പം ഇത് പോയി, ടോട്ടലിൽ പോയി. ഇഷ്ടം, ആഗ്രഹം. ഓക്കെ, പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണ്? ഇപ്പോഴത്തെ ആഗ്രഹം എന്താ വെച്ചാൽ, ഇപ്പൊ എന്റെ മോന് പുറത്തു പോയി പഠിക്കാൻ ഒരാളേ ഉള്ളൂ എനിക്ക്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഒരുപാട് രണ്ടുപേരും ഒരു കുട്ടിയും നിങ്ങൾ രണ്ടാൾക്കും കൂടെ ഒരു കുട്ടിയുള്ളൂ പറഞ്ഞു. ഒരു കുട്ടിയുള്ളൂ. അവനിപ്പോ പുറത്തു പോയി പഠിക്കാൻ പോയി, പുറത്തു പോയി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ. അപ്പൊ നമുക്ക് ഒരുപാട് അകലം ഫീൽ ചെയ്യുന്നു. അതെന്തുകൊണ്ടാന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല. നിങ്ങളും ഹസ്ബൻഡ് തമ്മിൽ ഒരുപാട് അകലം ഫീൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളും മകനും കൂടെ സംസാരം കുറവാണ്. അപ്പൊ ഞാൻ ഉണ്ട്, സംസാരങ്ങളുണ്ട്, പക്ഷെ വല്ലാതെ ഇല്ല. അപ്പൊ നമ്മൾ വേറെ ആരും, മറ്റേത് മോനുണ്ടാവുമ്പോ നമുക്ക് ഒന്നും കൂടെ വന്ന് സംസാരിക്കാൻ അങ്ങനൊക്കെ. ഇപ്പൊ സംസാരങ്ങൾ കുറവാണ്. പൊതുവെ സാറ് പറഞ്ഞ പോലെ ഒരു ഇൻട്രോവേർട്ട് ആണ് ആള്. എനിക്ക് ഉറപ്പാണ്. അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് എന്റെ ചോദ്യം. എനിക്ക് എന്റെ ഫാമിലി ഒന്നും കൂടെ നന്നാക്കണം എന്നുണ്ട്. ഓക്കെ, ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഹസ്ബൻഡ് ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞിപ്പോ? ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെ 24 മണിക്കൂർ വീട്ടിലുണ്ടോ? ഒരു പുറത്ത് അവിടെ അങ്ങാടിക്കൊക്കെ ഇറങ്ങും, പിന്നെ വരും, പിന്നെ വീണ്ടും പുറത്ത്, അങ്ങനെയാണ്. കൂടുതൽ സംസാരിക്കില്ല, നിങ്ങളോട് കൂടുതൽ സംസാരിക്കില്ല എന്നല്ലേ പറഞ്ഞത്? അതെ അതെ, കൂടുതൽ സംസാരിക്കുക. അപ്പൊ സ്നേഹമുണ്ടോ? കുറവാണ്. സ്നേഹമുണ്ടോ? സ്നേഹം ഉള്ളിലുണ്ടായ പോരല്ലോ, പുറത്തും കാണിക്കണ്ടേ? ഓക്കെ, പുറത്ത് കാണിക്കണം. എന്തൊക്കെ ചെയ്യണം പുള്ളി? പുറത്ത് കാണിക്കണമെന്നെങ്കിൽ സംസാരം മതി. ഞങ്ങള് സ്ത്രീകള് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്തെങ്കിലും നന്നായിട്ടൊരു സംസാരം, അതാണ് ഇപ്പൊ നമ്മള് വിചാരിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ അവരൊപ്പം അടുത്ത് പോയി ഇരുന്നിട്ട് കൂടുതൽ സംസാരിക്കാറുണ്ടോ? അതിന് സമയം കണ്ടെത്തും. ഉണ്ട്, ഞങ്ങൾ ഇരിക്കാറുണ്ട്. പക്ഷെ മുപ്പര് അപ്പൊ വേറെ ലെവലിലുള്ള സംസാരങ്ങൾ വരും. മീൻസ് ഇങ്ങനെ ഒരു എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കലൊക്കെ വരുമ്പോ അപ്പൊ എന്റെ മനസ്സിലേക്ക് വിഷമം വരും. എങ്ങനത്തെ കളിയാക്കല്? നമ്മള് ചിലപ്പോ വിചാരിക്കാത്ത പോലത്തെ കളിയാക്കലാവും. ചിലപ്പോ എന്റെ പറയലോ അങ്ങനെ കളിയാക്കിട്ടാണ് പറയാ. പക്ഷെ ഞാൻ ആദ്യം 2 പ്രാവശ്യമൊക്കെ അങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ വിചാരിക്കും, പിന്നെ ഇപ്പൊ സംസാരിക്കുമ്പോ ഇതെന്തിനാ കേൾക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നെ മിണ്ടാതിരിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, നിങ്ങളെ ഹസ്ബൻഡ് അവിടെ ഉണ്ടോ? ഇല്ല. ഒരു ഹസ്ബൻഡിനെ കൊണ്ടുവരും. നിങ്ങൾ എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? നിങ്ങൾ ഹസ്ബൻഡ് ഒന്ന് കൊണ്ടുവരും ഇങ്ങോട്ട്, ദയവ് ചെയ്തിട്ട്. നിങ്ങളെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ഞാൻ ശരിയാക്കി തരാം. ഞാൻ 5 മിനിറ്റ് ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല.
അങ്ങനത്തെ നിങ്ങൾ പറഞ്ഞ വരാത്ത ഒരു ഹസ്ബൻഡ് ഞാൻ എങ്ങനെ ഹസ്ബൻഡിനെ ശരിയാക്കാം? നിങ്ങൾ അല്ല, ഹസ്ബൻഡ് ശരിയാക്കണല്ല, ഇതിന് ഞാൻ എന്ത് ചെയ്യണം? ഹസ്ബൻഡ് ഞാൻ പറയാം, എനിക്ക് മാറാൻ പറ്റുള്ളത് അത് ഞാൻ തീർച്ചയായിട്ടും ഹസ്ബൻഡ് അങ്ങനത്തെ ഹസ്ബൻഡാണ് നിങ്ങൾക്ക് മനസ്സിലായി, ശരിയല്ലേ? ഹസ്ബൻഡ് പ്ലീസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കണ്ടുപിടിക്കുക, അത്ര തന്നെ. എങ്ങനെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന വേറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാം. ഞാൻ കണ്ട സൊല്യൂഷൻ ഏതാ? നിങ്ങൾ തന്നെയാണോ ഇപ്പൊ എന്നോട് ചോദിച്ച ആളോ തന്നെയാണോ? ഇത് ആരാ ഇത് കേറി സംസാരിക്കണേ? പ്ലീസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇത് ഫോക്കസ് കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ പോകും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ആരാനുമില്ല, പ്ലീസ് ഡോണ്ട് കം ആൻഡ് ഫോക്കസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ, ഇൻ ദ ബിഗിനിങ് ഐ ടോൾഡ് ദാറ്റ് നിങ്ങൾക്ക് തോന്നുന്നു അവർക്ക് തോന്നുന്ന വ്യത്യാസമുണ്ട്. സോ പ്ലീസ് ആ ഫ്ലോ പോകും. കോച്ചിങ്ങിനൊരു ഫ്ലോ ഉണ്ട്. ആ കോച്ചിങ്ങിന് ഫ്ലോ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്നല്ല, ആ വ്യക്തി എന്ത് ചെയ്യണമെന്നാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്നല്ല, പക്ഷേ ആ വ്യക്തിക്ക് മനസ്സിലാണ്. സോ പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്, റെസ്പെക്ട് ദിസ്. നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, പ്ലീസ് ലീവ്, ദയവേത്. കാരണം ഓരോരുത്തർക്ക് ഒരു സൊല്യൂഷന് വേണ്ടി വരുന്നതാണ്. സോ ലെറ്റ് മീ ഹെൽപ്പ് ദം പ്ലീസ്. ആ ഫ്ലോ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്ക് ഉണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നീക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. ഓരോരുത്തർക്ക് തോന്നില്ല പോലത്തെ ഇതെല്ലാം ഞാൻ ചെയ്യണത്. ഐ നോ വാട്ട് ടു ഡു. റിയാസിനും അറിയാം എന്ത് ചെയ്യാമെന്നുള്ള. സ്പാർക്ക് എന്നുള്ള ടെക്നിക്കാണ് ഞങ്ങൾ യൂസ് ചെയ്യണം. ആ യൂസ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കണം ഞങ്ങളെ. അതിന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് തോന്നിയ തന്നെ പറഞ്ഞേക്ക് നിങ്ങൾക്ക് തെറ്റാന്ന് തോന്നിയേക്കാം. നിങ്ങൾക്ക് അങ്ങനെ തെറ്റാന്ന് തോന്നണം, ഞാൻ നിങ്ങളുടെ ടൈം വേസ്റ്റ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. ആവശ്യമുള്ള വ്യക്തി ചോദിക്കട്ടെ. അത് ഞാൻ ഒന്ന് അനുവദിക്കണം പ്ലീസ്. ഞങ്ങൾക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ. ഇത് ആദ്യത്തെ പ്രാവശ്യം, ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ വേറെ ആൾ കയറി സംസാരിക്കണത്. ഇതിപ്പോൾ ഇന്ന് രണ്ട് വ്യക്തിയായി സംസാരിക്കുന്നത്. ഒരേ വ്യക്തിയാണോ 2 പ്രാവശ്യം എന്നുള്ളത് എനിക്കറിയില്ല. സോ പ്ലീസ്, ന്യൂ പീപ്പിൾ തിങ്ക് ദിസ് ഈസ് എ ഗ്രൂപ്പ്. സോറി പറയട്ടെ. ഇത് വേറെ വ്യക്തിയാണോ? ഇത് വേറെ വ്യക്തിയാ. എന്താണ് നിങ്ങൾക്ക് എന്താ പറഞ്ഞോളൂ. പിന്നെ എനിക്ക് ഓവർ തിങ്കിങ്ങും ഇത് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞില്ലേ? ഞാൻ കഴിഞ്ഞില്ല. ഞാൻ പറയാം. ഓക്കെ സോറി. പ്ലീസ് വെയിറ്റ്. ക്ഷമ കാണിക്കാൻ ഞങ്ങള്. ക്ഷമയില്ലേ ആരും ചേഞ്ച് ചെയ്യാൻ പോകും. ലെറ്റ് മീ ഗോ ടു ദ ഫസ്റ്റ് ക്ലയന്റ് അഗൈൻ. ഞാൻ പറയും തീർന്നു കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും തീർന്നു. പ്ലീസ്, നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഈ വ്യക്തി ഇപ്പൊ എന്നോട് ഇപ്പൊ ചോദിച്ചാണ്. ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചോളൂ. അതുവരെ ആരും മിണ്ടരുത്. നിങ്ങൾക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ചോദിക്കാൻ വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമ്മുടെ ടൈമാണ് ഇങ്ങനെ വേസ്റ്റ് ആണ്. ഞാൻ ആദ്യത്തെ ക്ലയന്റിനെ എത്തുന്നു പോട്ടെ പ്ലീസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വരട്ടെ. ആദ്യത്തെ ക്ലയന്റ് എവിടെ? ഓക്കെ ഗ്രേറ്റ്. ബുഷറാണോ പേര്? അല്ല, സെബീന. ഓക്കെ ഗ്രേറ്റ്. ഇപ്പൊ എവിടെ ഞാൻ ലാസ്റ്റിൽ ചോദിച്ച ചോദ്യം, കാരണം എന്റെ കംപ്ലീറ്റ് കണ്ടിന്യൂറ്റി പോവാതില്ല. ലാസ്റ്റ് ഞാൻ ചോദ്യം തീർന്നു. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ വെച്ചാല്, ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ അവരെനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നല്ല ജീവിതം, അല്ലെ, സന്തോഷം കിട്ടും വേണം. അബ്സല്യൂട്ട്ലി. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമാണോ, നിങ്ങൾക്ക് സന്തോഷം കിട്ടണം, അവർക്കും സന്തോഷം കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും എല്ലാം വേണം. ഒരു ട്രയാങ്കിൾ രൂപത്തിൽ ഇത് നടക്കണം. എല്ലാം മൂന്നും നടക്കണം. ഓക്കെ, നിങ്ങൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വാട്ട് ക്യാൻ യു ഡു ഫോർ ഹിം? അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഈ 25 വർഷം ഞാൻ കൊണ്ടുപോയത്. 25 വർഷം പോട്ടെ, ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന? കാരണം നിങ്ങൾ സങ്കടമുള്ള കാരണമല്ലേ നിങ്ങൾ ഇവിടെ വന്നത്. ഇനിയും എനിക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് അവരെ സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറണ്ടേ? അതാ ഞാൻ ചോദിക്കണം. എന്താണ് നിങ്ങൾ ചെയ്യാൻ പറ്റുക? എന്ത് മാറ്റം വരുത്താൻ പറ്റുക? അല്ല, എനിക്ക് എന്ത് മാറ്റാം എന്നുള്ളൊരു കഴിവിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അതാണ് ചോദിക്കുന്നത്. എനിക്ക് മാറ്റം ഞാനല്ല നിങ്ങളല്ല ഞാൻ. റൈറ്റ്? നിങ്ങൾക്ക് തോന്നുന്നു എവിടെ ഞാൻ മാറണം, ഏത് ഏരിയയില നിങ്ങൾക്ക് ഞാൻ മാറണം എന്ന് പറഞ്ഞാല് അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അവർക്ക് എന്റെ ഇഷ്ടങ്ങൾ മാറ്റിയിട്ട് ഞാൻ അവരെ എന്താ പറയാ, അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഇരിക്കണം. ഓക്കെ, അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഒരുപാട് അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ കൂടി മനസ്സിൽ പിന്നെയും ചില ടൈമുകൾ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. ഏതൊക്കെ ടൈമിലാണ് വിഷമം വരുന്നത്? ഏത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിഷമം വരുന്നത്?
അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് ഇപ്പൊ നല്ല ഇഷ്ടത്തോടെ കൂട്ടിട്ട് സംസാരിക്കാൻ പോകുമ്പോ അപ്പൊ എന്തെങ്കിലും ഇട്ടിട്ട് കളിയാക്കി പറയും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും കാലം കളിയാക്കി പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തിരുന്നത്? ഞാൻ നല്ലോണം പ്രതികരിച്ചിരുന്നു. ഓക്കെ. പ്രതികരിക്കുമ്പോൾ അവിടെ അകൽച്ച കൂടെ ചെയ്യണല്ല, ഒരു മിനിറ്റ്, അകൽച്ച കൂടെ ചെയ്യണല്ല വീണ്ടും കൂടുതൽ സന്തോഷം വരുന്നത്? അല്ലല്ല, തല്ലൂട്ടാവും, പിന്നെ ഫൈറ്റ് ആവും, പിന്നെ കരച്ചിലാവും, പിന്നെ മിണ്ടാണ്ടാവും, അങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവിടെ ആരാണ് റിയാക്ട് ചെയ്തത്, ആരാണ് റെസ്പോണ്ട് ചെയ്തത്? ഞാൻ തന്നെ. അവിടെ എന്ത് മാറ്റം? അവിടെ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന 3 കാര്യം, ആ തല്ലും കൂട്ടും എല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞുതരാം, കാരണം ഹീസ് എ ഇൻട്രോവേർട്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹീസ് ലൈക്ക് മീ, പുള്ളി എൻ്റെ പോലത്തെ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങൾ സംസാരം കേട്ട് നിങ്ങൾ എക്സ്ട്രോവേർട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 പേരും പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ്, അതിന് യാതൊരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും വളരെ നന്നായിട്ട് നിങ്ങൾ നല്ലൊരു കുടുംബം പോലെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. അപ്പം നിങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്ത് 3 ചേഞ്ചാണ് വരുത്താൻ പറ്റും? ഇവിടെ തല്ലില്ല, തല്ലുകുട്ടില്ല, അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നും, കാരണം ഒരു മകനല്ലേ ഉള്ളൂ, മകനും അവിടെ ഇല്ലല്ലോ, അല്ലേ? അപ്പൊ നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ട് സോളോ ആയിട്ട് ഇരിക്കണതും അദ്ദേഹം അതേപോലെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടാവില്ലേ? പുള്ളിക്ക് അതിനൊരു വിഷമം ഉണ്ടാവില്ലേ നിങ്ങൾ മിണ്ടില്ലെങ്കിൽ? അങ്ങനെ തോന്നണില്ല. അങ്ങനെ തോന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തല്ലുകൂട്ടില്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാന് ഒന്നും പറയാതിരിക്കണം. അപ്പൊ അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? വിഷമല്ല, പക്ഷെ എന്താ സംഭവിച്ചാൽ അങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോ പിന്നെ വീണ്ടും അങ്ങനെ മിണ്ടാണ്ട് പോവല്ലേ. ഞാൻ നോക്കിയതാണ് അങ്ങനെ. അപ്പോ പിന്നെ തീരെ അങ്ങനെ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കല്ലേ എന്ന്. അപ്പൊ പിന്നെ വേറെന്താ ചെയ്യാ? വേറെന്താ ചെയ്യാ? ഒന്നും ചെയ്യാല്ലേ. അപ്പൊ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുള്ളൂ, അല്ലെ? നിങ്ങൾ ഒന്നുകിൽ എതിർത്ത് കളിയാക്കുമ്പോൾ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായി, ഒരു എന്താ വാക്ക് തർക്കമുണ്ടായി, പിന്നെ 2 ആൾ കുറച്ച് ദിവസത്തിന് അകന്ന് നിൽക്കും, അല്ലേ? ശരിയല്ലേ? അല്ലേ? നിങ്ങൾ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും വിഷമമുണ്ട്. ഞാനിങ്ങനെ കുറഞ്ഞു കൊടുത്താൽ എന്താ സ്ഥിതി, അല്ലെ? അങ്ങനെ അത് അകൽച്ച ഫീൽ ചെയ്യാണ്. മിണ്ടാണ്ടിരിക്കുമ്പോ തീരെ മിണ്ടാട്ടുണ്ടാവില്ലല്ലോ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും, അദ്ദേഹത്തിന് ശരിയാക്കാൻ പറ്റില്ല, എനിക്കും ശരിയാക്കാൻ പറ്റില്ല പുള്ളിനെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ അകൽച്ച ഫീൽ ചെയ്യാൻ പാടില്ല, തല്ലുണ്ടാവാൻ പാടില്ല, എന്താ ചെയ്യാൻ പറ്റുക? ഈ 2 കാര്യം ചെയ്തപ്പോ ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ പിന്നെ വേറെ കാര്യം പറയൂ, നിങ്ങൾ വേറെ ചിന്തിച്ചിട്ട് പറയും, വേറെ എന്താ നിങ്ങൾ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് എന്തിനാണ് സന്തോഷം കണ്ടെത്തുന്നത്? ഞാനോ? നിങ്ങൾ 3 കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ ഏതാ? ഭർത്താവിനെ ഒഴിവാക്കാം, ഭർത്താവിനെ മാറ്റി നിർത്താം, എന്താണ് സന്തോഷം കണ്ടെത്തുന്നത് വെച്ചാല്? എന്റെ കസിൻസിന്റെ കൂടെ ഒക്കെ ഞാൻ ട്രിപ്പ്, ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട് ട്രിപ്പ്. ഞങ്ങൾക്ക് ആരെയും വിളിക്കാറുണ്ടോ നിങ്ങള്? പോണോ? അല്ലെ, ഫോണിൽ വിളിക്കാറുണ്ടോ? ഇങ്ങനത്തെ സംഭവം വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യില്ല? റെമഡി ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യും? അവരോട് പറയും. പറയുമ്പോ നിങ്ങൾ സമാധാനം കിട്ടും. അത് ചെയ്താ പോരെ? എന്തിനാ? ഒരുപാട് കുറെ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ സംസാരിച്ചിട്ട്. ബ്യൂട്ടിഫുൾ. എങ്ങനത്തെ സംസാരിക്കുമ്പോൾ ഈ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങളെ കസിൻസിനെ സംസാരിക്കും. ആ കസിൻസിന് അറിയില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള? അറിയാം. ഞാൻ ഇത് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മള് അവരൊക്കെ പറഞ്ഞെന്താണ്, നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല, നമുക്ക് നമ്മളെ എക്സാക്ട്ലി കറക്റ്റ്. അവര് പറഞ്ഞ വാസ്തവാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇതിൽ എനിക്ക് മാറാൻ പറ്റുന്നില്ല. എന്താ ഇങ്ങനെ 2 കാര്യം ഉണ്ടാണ്ടിരുന്ന് നോക്കി, പിന്നെ ഒരു കാര്യം ഇപ്പൊ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഇന്നെ കളിയാക്കുമ്പോ ഞാനും ആ ഒരു സെൻസിൽ എടുത്തിട്ട് വെറുതെ പറയും. അപ്പം വെറുതെ ചിരിക്കും. അത്ര തന്നെ. അപ്പൊ ആ വ്യക്തിക്ക് അത് തമാശയായിട്ട് എടുക്കേണ്ടത്, നിങ്ങളാണ് തമാശയായിട്ട് എടുക്കാത്തത്. അല്ല ഇപ്പൊ ഞാൻ, പക്ഷെ എന്താ സംഭവിച്ചത്, 10 പ്രാവശ്യം പറയുമ്പോ നമുക്ക് ഭയങ്കര ഫീലിംഗ് വരും, ചില സമയത്ത് ഭയങ്കര വിഷമം വരും. അതാണ് എനിക്ക് പ്രശ്നം. വിഷമം എന്നുള്ള സാധനം ഒന്ന് മനസ്സിലാക്കുക. വിഷമം എന്നുള്ള സാധനം നിങ്ങൾക്ക് ഒന്നുകിലേക്ക് അവിടെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുക്കാം. Am I right? It's up to you. ശരിയാണോ? അല്ലെ? ഒരാൾ ഒരു മാനേജർ നിങ്ങൾ ഒരു പ്രാവശ്യം വഴക്ക് പറഞ്ഞാൽ വിചാരിക്കുക, ആ വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആ ദിവസം കംപ്ലീറ്റ് അല്ലെങ്കിൽ 2 ദിവസം ഒരാഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആ ജോലി തന്നെ രാജിച്ചിപ്പും, കാരണം ഒരാൾ എന്തോ പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് വേറെ ആളുണ്ടാവും അതേപോലെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ വ്യക്തി അത് മൈൻഡ് ചെയ്യണില്ല. മനസ്സിലായില്ല? ആ കാരണം രണ്ടാളുടെ പേഴ്സണാലിറ്റി വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാതെ. അപ്പം അടുത്ത പ്രാവശ്യം പറയുമ്പോൾ തന്നെ എനിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നുന്നു ചിലർ പറയുമ്പോൾ. പക്ഷെ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് വിഷമമുണ്ട്, പിന്നെ അത് മാറ്റിയെടുക്കും. ഞാൻ മിഞ്ഞാന്നത്തെ ഒരു വീഡിയോയിൽ, ഇന്നലത്തെ വീഡിയോയിലെന്തോ ഞാൻ പറഞ്ഞു, എനിക്ക് മിഞ്ഞാന്ന് ഭയങ്കര മിഞ്ഞാന്നോ അതിൻ്റെ മുമ്പത്തെ ദിവസം ഒരാൾ ഒരു വാക്ക് എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചെന്നാ, എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആ ദിവസം. ഞാനൊരു മനുഷ്യൻ തന്നെ. പക്ഷെ നെക്സ്റ്റ് ഐ ഫോർഗോട്ട് എവറിത്തിങ്.
മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെ പോലെ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരുണ്ട്. അവരോട് പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ പറയാം. നിങ്ങൾ അവരോടാ പറയണത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്തായിരിക്കും നിങ്ങൾ പറയാം? നമ്പർ 1, ധൈര്യത്തിൽ പറയാം. എക്സ്പീരിയൻസ് വെച്ച് പറയാം. നിങ്ങൾ 25 വർഷം കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ പറയാം. ഞാൻ 36 വർഷമായി കല്യാണം കഴിച്ചിട്ട്. ഞങ്ങൾക്കുണ്ട് മേലക്കും താഴ്ചയും. അല്ല, നിങ്ങൾ 25, ഞാൻ 36 വർഷമായി കല്യാണം കഴിച്ചിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിലുണ്ട് കുറെ താഴ്ചയും മേലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ സ്നേഹത്തോടുകൂടി പോണത്. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന 3 കാര്യങ്ങൾ. ഞാനിപ്പോ എനിക്കിപ്പോ ഇത്രയും മനസ്സിലായത് എന്താ വെച്ചാല്, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ല. നമ്പർ 1, വെരി ഗുഡ്. നമ്പർ 2 എന്തായിരിക്കും? നമ്പർ 2 എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ളത് പക്ഷെ ചെയ്യാന്ന് വെച്ചാലും അത് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ എന്നുള്ളത് മനസ്സിലായി. തീർച്ചയായിട്ടും സപ്പോർട്ട് ഇല്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ട് വേണം. ഓക്കെ. നമ്പർ 3. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്കൊരു ചെറിയ വിഷമങ്ങൾ വരും. അത് വിഷമം വരുമ്പോൾ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന സ്ഥലമുണ്ട്. ഈ വിഷമം വരുമ്പോൾ അവിടുന്ന് വിഷമം കൂടെ ഉള്ളൂ. അപ്പൊ അതിന് സന്തോഷം കണ്ടെത്തുന്ന വേറെ മാർഗമുണ്ട്. നിങ്ങൾ പറഞ്ഞു ആരൊക്കെ വിളിക്കുന്നു പറഞ്ഞു അല്ലേ? വേറെ എന്താ നിങ്ങൾ വിളിക്കൽ കൂടാതെ വേറെന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? പിന്നെ സിനിമക്ക് പോകും. നിങ്ങൾ സിനിമക്ക് പോകും, അല്ലെങ്കിൽ പാട്ട് വെക്കും, അല്ലെങ്കിൽ മ്യൂസിക് വെക്കും. വേറെന്താ ചെയ്യാം? പിന്നെ വേറെന്താ ചെയ്യാന്ന് ചോദിച്ചത്? എനിക്കിഷ്ടമുള്ളത് ഉമ്മയുടെ അടുത്ത് പോവാ, ഞങ്ങള് അവരൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? അവരുടെ സ്നേഹം വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനായിട്ട് കമ്പയർ ചെയ്യില്ല. അവരുടെ സ്നേഹം വ്യത്യാസമുണ്ട്. അവരടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടോ? അത്ര ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഹസ്ബൻഡിന് എൻ്റെ അടുത്ത് കിട്ടാൻ പോകുന്ന അത് ലിമിറ്റ് ഉണ്ട്. ആ അദ്ദേഹത്തിന് നമ്മൾ റെസ്പെക്ട് ചെയ്തേ മതിയാവും. അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എൻ്റെ പേഴ്സണാലിറ്റി ഏകദേശം ഒരേപോലെ. ഞാൻ പറട്ടെ, മനസ്സിലായില്ലേ? അദ്ദേഹം കൂടുതൽ മിണ്ടില്ലേ, ഞാനും കൂടുതൽ മിണ്ടാത്ത വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടാളുടെ പേഴ്സണാലിറ്റി ഏകദേശം ഒരേപോലെ തന്നെ. പക്ഷെ എൻ്റെ വൈഫ് എന്നിട്ട് ഒന്നും ഇല്ലാതെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവൾക്ക് അറിയാം ഇന്ന ആള് ഇങ്ങനെ തന്നെ, കൂടുതൽ ഇളകൂല എന്നുള്ളത് അറിയാം എൻ്റെ വൈഫിന്. മനസ്സിലായി? പക്ഷെ അതിങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ വൈഫും ഇടയ്ക്കിടയ്ക്ക് പോയി എൻ്റെ മദർലാൻ്റെ അടുത്ത് പോകും. അവൾക്ക് സന്തോഷമാണ്. അത് നമ്മൾ വിട്ടുകൊടുക്കുക. അവരെ പോയി കുറച്ച് മണിക്കൂറൊക്കെ അടുത്ത് തന്നെയാണ്, 15 മിനിറ്റോളം പോയി വരും. തിരിച്ചു വരുമ്പോൾ അതൊക്കെ മറന്നിട്ടുണ്ടാവും, അവളും മറന്നിട്ടുണ്ടാവും, ഞാൻ മിണ്ടാത്തതൊക്കെ മറന്നിട്ടുണ്ടാവും. ഞാൻ വീണ്ടും അത് തന്നെ പോലെ ഞങ്ങൾ സ്നേഹിച്ച് നടക്കുകയും ചെയ്യും. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിനെ മാറ്റാൻ പറ്റില്ല. നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഇത്രയും കാലം നിങ്ങൾ നിന്നില്ലേ? ഞാനത് വിചാരിച്ച് എന്താ ഇതെല്ലാം പറഞ്ഞത്, നിങ്ങൾ എന്താണ് എല്ലാം വിട്ടു. ഞാനതിൽ പറഞ്ഞു, ആ വ്യക്തിക്ക് അത്രേ ഉള്ളൂ, ആ ഒരു കപ്പാസിറ്റി ഉള്ളൂ. അത് ചെയ്തു. നിങ്ങളുടെ സന്തോഷം. 2 കാര്യമുണ്ട്. ഐ വോണ്ട് എവറി വൺ ടു നോ ദിസ് വൺ. നമ്മൾ സക്സസിന്റെ, അല്ലെങ്കിൽ സക്സസ് മലയാളത്തിൽ എന്താ പറയാ, വിജയത്തിന്റെ പിന്നാലെ ഒരിക്കലും പോകാൻ പാടില്ല. 2 കാര്യം പറഞ്ഞു തീരട്ടെ കേട്ടോ. വിജയത്തിന്റെ പിന്നാലെ ഒരിക്കലും പോകാൻ പാടില്ല. നെവർ ഗോ റൺ ബിഹൈൻഡ് സക്സസ്. യു ഹാവ് ടു അട്രാക്ട് സക്സസ്. സക്സസിനെ നിങ്ങൾ അട്രാക്ട്, ഒരു കാന്തം പോലെ നിങ്ങളുടെ വാല്യൂസ് നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ സക്സസും ആളും എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പം കണ്ടില്ല, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്നു. നിങ്ങളൊക്കെ എൻ്റെ സഹോദരന്മാരാ. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. വൈ? ബിക്കോസ് ഐ വാസ് ആഡിങ് വാല്യൂ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? മനസ്സിലായത്? ഒരു വ്യക്തി വാല്യൂ ആഡ് ചെയ്യണ്ടെങ്കിൽ ആൾക്കാരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും, സന്തോഷം സ്നേഹത്തോടുകൂടി. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇത് തെളിവാണ് ഇത്. രണ്ടാമത്തെ വലിയ പ്രിൻസിപ്പിൾ അറിയേണ്ടത്, സന്തോഷം നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കണ്ടെത്താൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മാത്രം കണ്ടെത്താൻ പറ്റുന്ന ഒരു സാധനമാണ് സന്തോഷം. 2 കാര്യം അവിടെ പറഞ്ഞു. ഒന്ന് സക്സസ് ആണ്, അതുപോലെ ഹാപ്പിനെസ്. എത്ര പേർക്ക് മനസ്സിലായി? സന്തോഷം നിങ്ങൾക്ക് ലോകത്തിന് കിട്ടില്ല. നിങ്ങൾക്ക് വിചാരിച്ചാൽ മാത്രമേ സന്തോഷം കണ്ടെത്തുള്ളൂ. എത്ര പേര് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ. CC എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഈ ഒരു സഹോദരിക്ക് അത് തന്നെ. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങൾ ഹസ്ബൻഡിന് തരില്ല. അത് നിങ്ങൾ ചോദിക്കുക, എനിക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടാം, ആ സ്ഥലത്തേക്ക് പോകാം. അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇസ് ദാറ്റ് ഓക്കെ? ഫോർ യു? ഇല്ലേ? അവിടെ ആളില്ലേ? ഓക്കെ ആണോ ഇത്? നിങ്ങൾ സന്തോഷം നിങ്ങൾ സന്തോഷം കണ്ടെത്താം. നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് എവിടെ സന്തോഷം കണ്ടെത്താം, ആ സ്ഥലത്തേക്ക് പോവാം. അത്രേ ഉള്ളൂ. ഒരു മരം ഒരു വെയിലിന്റെ അടുത്തേക്കല്ല പോല്. എവിടെയാണ് വെളിച്ചം അങ്ങോട്ടല്ലേ പോവാ? അല്ലേ? ശരിയല്ലേ? ആണോ? അതിനറിയാം. കാരണം എൻ്റെ ആ വെയിലാണ്, ആ വെളിച്ചാണ് എനിക്ക് എല്ലാ എനർജി തരുന്നത്. ആ ഇരുട്ടത്തുള്ള മരം പോലും അങ്ങോട്ടാണ് തിരിഞ്ഞു പോണത്. നിങ്ങളും പോണത് ആ വെളിച്ചത്തേക്കാണ്. എത്ര പേർക്ക് മനസ്സിലായി? ലൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളെ വിളിച്ചാൽ എവിടെ നോക്കുക, ആ സ്നേഹം, ആ എനർജി എവിടെ നോക്കിയിട്ട് അങ്ങോട്ട് പോകുക. അത്രേ ഉള്ളൂ. നിങ്ങളെ പോണ്ട്. മരം ഒരിക്കലും ഷാഠ്യം പിടിച്ച് നിൽക്കില്ല. ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അത് ആരാന്ന് ചോദിച്ച് നിൽക്കില്ല. മരം താനെ അങ്ങോട്ട് ചെരിഞ്ഞ് ആ ഭാഗത്തേക്കാ പോയില്ല. ശരിയല്ലേ?
ശരിയാണ്. നമ്മളും അതേപോലെ മരങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല സഹോദരി, മനസ്സിലാക്കി. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. ഞാനും ചിലപ്പം വളരെ തളർന്ന വ്യക്തിയാണ് ഞാൻ, മനുഷ്യനെ ഞാനും. അപ്പോൾ ഞാനും ചിലപ്പോൾ സന്തോഷം കണ്ടെത്തും, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ വൈഫിനോട് സംസാരിച്ചായിരിക്കാം. എനിക്ക് മനസ്സിലാവണം ഈ ഒരു സമയത്ത് ഞാൻ ആരെടുത്താൽ പോകണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ആ വ്യക്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സന്തോഷം കണ്ടെത്തും. നമ്മൾ അത് ഹെൽപ്പ് ചോദിക്കണം. 5 കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, 5 കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുക. നിങ്ങൾ അറിയില്ലെങ്കിൽ വീണ്ടും എഴുതിക്കുക. വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ഇംപ്രൂവ്? എഴുതിയൊക്കെ ഇത് ഗോൾഡൻ ലെറ്റേഴ്സ് ആണ് എല്ലാവർക്കും. വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ഇംപ്രൂവ്? എന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് നന്നാവാൻ വേണ്ടിയിട്ട്? വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ലേൺ? എന്താണ് എനിക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ നന്നാവണമെന്നുണ്ടെങ്കിൽ? വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു ചേഞ്ച്? എന്തൊക്കെ സ്വഭാവങ്ങളാണ് എനിക്ക് മാറ്റേണ്ടത് എനിക്ക് നന്നാവാൻ വേണ്ടിയിട്ട്? നമ്പർ 4, വാട്ട് ഈസ് ദാറ്റ് ഐ നീഡ് ടു സ്റ്റോപ്പ്? എന്തൊക്കെ സ്വഭാവങ്ങളാണ് എനിക്ക് നിർത്തേണ്ടത് എനിക്ക് നന്നാവാൻ വേണ്ടിയിട്ട്? 5ാമത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹൂ ക്യാൻ ഹെൽപ്പ് മീ? ആരാണ് എന്നെ സഹായിക്കുക ഈ സമയത്ത്? ഇവിടെ നിങ്ങൾക്ക് സഹായിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്കുള്ള സപ്പോർട്ട് തരുന്നില്ല, സ്നേഹമുണ്ട്, ആ നേരത്തെ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ഹൂ ക്യാൻ ഹെൽപ്പ് മീ? ഇറ്റ് കുഡ് ബി യുവർ മദർ, ഇറ്റ് കുഡ് ബി യുവർ കസിൻ. ഗിവ് ദം എ കോൾ. Are you okay with that? Are you okay with that? Yes or no? Okay, yes. Thank you very much. Are you happy? Sure. Thank you very much. I really appreciate that. I really ശരിക്കും, appreciate you. I'll tell you, you're a very lucky person. I'll tell you. You're a very lucky person, okay? There are a lot of people who don't get this love and affection from their in-laws or from their spouse. But you are really lucky, so you should be thankful for having a husband like him and to be the person you are today. Thank you. Thank you, sir. Thank you. Next caller, please. Any call, Jaya.